എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചക്ക വട്ടയപ്പമാണ്. ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന ചക്ക വെച്ചിട്ട് ഇതുപോലൊരു ഹെൽത്തി പലഹാരം നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി കൊടുക്കണേ. തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ അമ്മമാരുടെ കൈപുണ്യം ഒരിക്കലും മറക്കാത്തിടത്തോളം കാലം ഈ ഒരു പലഹാരത്തിന്റെ സ്വാദ് നമുക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദേറിയ ചക്കവട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചക്ക വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15 ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പഴുത്തിട്ടുള്ള ചക്കച്ചുളയായതുകൊണ്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ചക്ക മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചക്ക നല്ല വെണ്ണ പോലെ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് ശർക്കര പാനിയാക്കിയതാണ് ഒഴിച്ചിട്ടുള്ളത്. 150 ഗ്രാം അളവിലാണ് ശർക്കര പാനിയാക്കി എടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ശർക്കര പാനിയുടെ കൂടെ തന്നെ ചെറിയ അരമുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയും ഇതേ അളവിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുത്തിട്ടുള്ള അരിപ്പൊടി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളതും. ഇനി വേണ്ടുന്ന നല്ലൊരു സ്വാദിനായിട്ട് 1 ടീസ്പൂൺ അളവില് ജീരകവും ഒരു 10 ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചക്കവട്ടയപ്പത്തിനുള്ള മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റുവാണ്. ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അല്പം കട്ടിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും. ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കവട്ടയപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പും നെയ്യും ഒക്കെ നല്ല പോലെ ഒന്ന് പിടിച്ചു കിട്ടണം. നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ഉപ്പും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്ത് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. 2 മിനിറ്റ് നേരം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇവിടെ ആയി കിട്ടിയിട്ടുള്ളതും. വീണ്ടും തവി ഉപയോഗിച്ച് 1 മിനിറ്റ് നേരം കൂടെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മാവൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ പ്ലേറ്റിലേക്ക് കുറച്ച് കാഷ്യൂസ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചളവിൽ കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വട്ടയപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പകുതി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം തവി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയും കൂടെ കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ കട്ടിയായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. എയർ ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ആവി വരുന്ന അപ്പച്ചെമ്പിലേക്ക് മാറ്റാം. ആവിപാത്രത്തിലേക്ക് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. 10 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് വട്ടയപ്പം വേവിച്ചെടുക്കേണ്ടതും. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് കുത്തിയും കൂടെ നോക്കണം. ഒരു തരി പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട്ടയപ്പം താഴേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചാൽ മതിയാകും. അങ്ങനെ നമ്മുടെ വട്ടയപ്പം ഇവിടെ നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. പാത്രത്തിന്റെ അരികു ഭാഗത്ത് നിന്നെല്ലാം വിട്ടു നിൽക്കുന്ന പാകത്തിലാണ് ആയി കിട്ടിയിട്ടുള്ളതും. സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടർത്തിയതിന് ശേഷം നമ്മുടെ കൈവെള്ളയിലേക്ക് ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് 2 വട്ടയപ്പമാണ് നമുക്കിന്ന് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വട്ടയപ്പവും ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചക്ക വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഹെൽത്തി വട്ടയപ്പം എല്ലാവരും ഒന്ന് വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും
വൈകിട്ട് ചായക്കടിയൊക്കെ ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ഒരു പലഹാരവും നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന ഒന്നാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന പൊരിച്ച എണ്ണക്കടിയേക്കാളും നല്ലത് ഈ ഒരു സീസണിൽ ധാരാളമായി കിട്ടുന്ന ചക്ക വെച്ചിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവരും തയ്യാറാക്കി കൊടുക്കണേ. തയ്യാറാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വട്ടയപ്പത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെ ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.